ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു വന്ന് ഡിസ്ചാർജായി. അതുപോലെ രണ്ടാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ, അല്ലെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിനാണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിൻ്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കിത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കും. അതുപോലെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി, ഋതപ്പിന് വേണ്ടി അവൾ തിരിച്ചു വരണം. പ്രാർത്ഥിക്കുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൾ തിരിച്ചു വരണം. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി അവളെ ദ്രോഹിക്കാതിരിക്കും. അവൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അവളെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അവളുടെ കുഞ്ഞിനെയും രേണുവിനെ കുറ്റം പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ രേണുവിന് വേണ്ടിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ രേണുവിന്റെ ഒരു അവസ്ഥ ആ ഒരു രീതിയിലാണ്. അത് രേണുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സങ്കടമാണ് വരുന്നത്. എങ്ങനെയെങ്കിലും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കയറണമേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആ ഋതപ്പൻ എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞാണ്, അച്ഛൻ പോലും ഇല്ല. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. അത് ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കും. ഞാൻ തിരിച്ചു വരുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. പക്ഷെ പലപ്പോഴും ഈ കിടക്കുമ്പോഴത്തേന് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളും, അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പൊ ഏത് തലത്തിലാണേലും ഞാൻ ഒരു 1.5 വർഷക്കാലം സുധിച്ചേട്ടന്റെ മരണശേഷം പെട്ടെന്നൊരു കയറ്റവും, പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെ എല്ലാം പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരത് എന്താ പറയാ അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കുറെ നല്ല ആളുകളും എൻ്റെ ഫാമിലി ആണേലും എൻ്റെ ബന്ധുക്കളാണേലും എല്ലാവരും എൻ്റെ കൂടെ നിന്നു. അപ്പോൾ ആ ഒരു ഞാൻ ചിന്തിച്ചത് വേറൊന്നുമല്ല, ഇങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു അവസ്ഥയെ വരുമ്പോഴത്തേന് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. ഞാൻ ഓടി നടന്ന സ്ഥലങ്ങള് അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പൊ ഇനി അത് ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ്. നമ്മൾ ഇനി നാളത്തെ പറ്റി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എനിക്ക്
എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, എന്നെ സ്നേഹിച്ച എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, പേര് പറയാത്തവരും പേര് പറഞ്ഞവരും ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം, എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവന് എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണേലും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ഐസിയുല് വന്നാലും ഐസിയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. രോഗങ്ങൾ ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എങ്കിലും ഈ ഒരു അസുഖം ആർക്കും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് രേണുവിന്റെ അസുഖങ്ങളെല്ലാം മാറ്റിയിട്ട് നല്ല ചുറുചുറുക്കോടെ നമ്മുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നേമേ അവന് എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ രണ്ട് പിള്ളേരും, എന്റെ ചേച്ചിയുടെ മക്കൾ, എന്റെ 2 മക്കളും അവനെ പൊന്നുപോലാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന അറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെ പറ്റി പഴയതെന്നും എന്നെ അവഹേളിക്കുന്നവർ പറയുന്ന പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ, എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി അവരോട് കുറച്ചെങ്കിലും. കാരണം സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ മെഡിസിന്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറെ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷെ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെന്താ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില വ്ളോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ബില്ലിനെ കുറിച്ചും ഇപ്പോൾ അത് ഭയങ്കര വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് സത്യമാണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും നുണ പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള നിയമ സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യ സംഘടനകളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത്ര വൈബ്രന്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു മെഡിസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ ബില്ലിൽ അതിന്റെ നമ്പരും കാര്യങ്ങളും ഫോൺ നമ്പരും എല്ലാം കിടപ്പുണ്ട്. അതിലേക്കൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ചെയ്യാതെ അത്